ഹായ് ഫ്രണ്ട്സ്, ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു മരുന്നുണ്ടാക്കി കഴിച്ചാൽ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നതാണ്. കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും തേനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇതുണ്ടാക്കിയിട്ട് ഞാനും മണിക്കുട്ടനും വാവിച്ചും കുറേശ്ശെ കഴിച്ചു. എന്നിട്ട് നമുക്കത് അങ്ങനെ മൂടി വെക്കാം. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ തോണ്ടി കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നാരങ്ങ നീരുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം കാലത്തത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ പതിവ് പോലെ എണീറ്റിട്ട് വേഗം കാലത്തന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് കുളിക്കാറില്ലേ, കഫക്കെട്ടും ചുമയൊക്കെ ആയിട്ട്, തൊണ്ടയിൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കണ കാരണം കുറച്ച് കുറവുണ്ട്. അപ്പോൾ എണീറ്റ് പക്ഷേ വേഗം ചായക്കുള്ള പാലും പിന്നെ ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് ഗ്യാസ് കുറച്ചിട്ടിട്ട് ഞാൻ വേഗം ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് വേഗം പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ വേഗം ഞാൻ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാപ്പിയൊക്കെ ആറ്റി അവിടെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം ഉരുളൻകിഴങ്ങൊക്കെ സബോളയും കൂടിയിട്ട് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങും സബോളയും ഇട്ടിട്ട് വറുത്തരച്ചിട്ട് അതിൽ മുട്ട പുഴുങ്ങിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പലതരത്തിലും നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കും, പക്ഷേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അത് കാരണം അതിലേക്ക് ഈ കറി മതിയല്ലോ. പിന്നെ വിജേഷേട്ടന് പപ്പടവും പിന്നെ കൊണ്ടാട്ടമുളകും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം അത് മതി, എനിക്ക് ഈ കറി കൊണ്ട് ഞാൻ പോവും. പിന്നെ വാവച്ചി മണിക്കുട്ടനും സ്കൂളിലേക്ക് പോകണില്ല. വാവച്ചി 2 ദിവസമായി പോയിട്ട്, മണിക്കുട്ടനും ഇന്ന് പോകണില്ല. അവനെ ചുണ്ടൊക്കെ വലിഞ്ഞ് പൊട്ടിയിട്ടും പിന്നെ അവനും കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ 2 പേരെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. എന്താണെന്ന് വെച്ചാൽ എണീറ്റ വശം ഒരു ഗ്ലാസ് ചായ കുടിക്കണം. ഇപ്പം പ്രത്യേകിച്ചും എന്താണെന്ന് വെച്ചാൽ നല്ല കഫക്കെട്ടൊക്കെ ഉള്ള കാരണേ ഈ ഗുളിയും കഴിക്കുന്ന കാരണം കൈയൊക്കെ ഇങ്ങനെ വിറക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. ചായയല്ല, കാപ്പി. പിന്നെ ഞാൻ മുട്ടക്കറിയിലേക്കുള്ള നാളികേരം ഒക്കെ ചിരകി എടുത്തിട്ട് അത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ പെരിഞ്ജീരകം മാത്രമേ ഞാൻ ഇതിലിടുള്ളൂ വറക്കുമ്പോൾ മസാലയിട്ട്. പിന്നെ വേറെ ഒന്നും ഇടില്ല. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നാളികേരം ഒരുവിധം മൂത്ത് വരുമ്പോഴേ അപ്പം നമ്മൾ സാധാരണ വറുത്തരയ്ക്കണ പോലെ തന്നെ. അപ്പം അങ്ങനെ അതൊക്കെ ഇളക്കി പിന്നെ ചുമന്നുള്ളിയും പച്ചമുളകൊക്കെ ഇടും കേട്ടോ. ഒരു വെളുത്തുള്ളിയിലെ അല്ലിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരുവിധം അത് വറുത്ത് മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചു. പിന്നെ പൂരിക്കുള്ളത് വേഗം കുഴച്ച് വെക്കാം. പിന്നെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടുമല്ലോ. എന്നിട്ട് പിന്നെ കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളൻകിഴങ്ങും കുക്കറിൽ വേവിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട്. പിന്നെ സബോള നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക. സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി വഴറ്റിയിട്ട് അത് വഴണ്ടി വരുമ്പോൾ അതിൽ ഈ നാളികേരം അരച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുക. ഇതുപോലെയാണ് എൻ്റെ അമ്മ ചെയ്യുക. ആദ്യമൊക്കെ ഞാൻ കുക്കറിൽ ഉരുളൻകിഴങ്ങും സബോളയും കൂടി ഒരുമിച്ച് വേവിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ സബോള വെന്തട്ടെ ഒരു രസം ഉണ്ടാവാറില്ല. അപ്പോൾ അമ്മ ചെയ്യണ പോലെ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കറി. എന്നിട്ട് ഞാനത് അവിടെ കുഴച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുക്കറിലെ ഉരുളൻകിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഉരുളൻകിഴങ്ങും സവോളയും വറുത്തരയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ മണിക്കുട്ടനും ഭാവിച്ചും പറഞ്ഞു അതിൽ മുട്ട പുഴുങ്ങിയിടണമെന്ന്. പക്ഷേ കഫക്കെട്ടായ കാരണം ഞാൻ അങ്ങനെ മുട്ടയൊന്നും കൊടുക്കാറില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒരെണ്ണം കഴിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ വേഗം ഇനി നാളികേരമൊക്കെ അരച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ മുട്ടയും പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുല്ലോ. അപ്പോൾ പകുതി പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് അത്യാവശ്യം അടുക്കളയിലെ പണികളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നാളികേരം അരച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നാളികേരമൊക്കെ അരച്ച് ഞാൻ അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ സബോളയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് വഴറ്റാനായിട്ട് വേഗം ഞാൻ ആ നാളികേരം വറുത്ത പാനിൽ തന്നെയാണ്. പിന്നെ അത് കഴുകാനൊന്നും നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ നാളികേരത്തിൻ്റെ പൊടിയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം വഴറ്റിയെടുത്തിട്ട് വേണം ഇനി എനിക്ക് അരച്ച നാളികേരമൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ട് കറി ഉണ്ടാക്കാൻ. നന്നായിട്ട് നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ വിജേഷേട്ടന് കുളിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കൈയോടെ. പിന്നെ മുട്ടയും പുഴുങ്ങി വെന്ത് വന്നിട്ടുണ്ട്. അതും ഞാൻ അവിടെ മാറ്റി വെച്ചു. അപ്പോഴേക്കും വാവിച്ച് അവിടെ വന്ന് നിന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ഡോക്ടറുടെ അടുത്തേക്ക് പോകണമെന്ന്, ഭയങ്കര കഫക്കെട്ട, രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോഴേക്കും സബോളയൊക്കെ വഴണ്ടി വന്നപ്പോൾ ഞാനതിൽ നാളികേരം അരച്ചത് ഇത്തിരി ഒഴിച്ച് കൊടുത്തു. ഇത്തിരി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വറ്റി വരുമ്പോഴേ അല്ലെങ്കിൽ നല്ലവണ്ണം ഇങ്ങനെ കുറുകി വരില്ലേ, അപ്പോൾ പൂരിയിലേക്കും ചോറിലേക്കൊക്കെ ഇത്തിരി ചാറ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാനതിൽ ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ച് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ ഒരു കറി. അപ്പോൾ നമ്മളതിൽ മുട്ടയും കൂടി പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ മുട്ടക്കറി ഇങ്ങനെയല്ല ഉണ്ടാക്കാറ്. അപ്പോൾ ഇപ്പോൾ പിന്നെ ഏത് രീതിയിലും നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി നിന്നു. എന്താണെന്ന് വെച്ചാൽ ഉരുളൻകിഴങ്ങ് ഇത്തിരി വേവ് കുറവായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കി. അപ്പോൾ പിന്നെ മുട്ടയും ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതും തൊലി പൊളിച്ചിട്ട് അതിൽ അങ്ങനെ തന്നെ ഇടണ്ട, പൊളിച്ചിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും നല്ല ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മുട്ടക്കറിയും പൂരി പിന്നെ 2 പേർക്കും ഇഷ്ടമാണ്. വാവച്ചിക്ക് അത്ര ഇഷ്ടമില്ല, പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കുമ്പോൾ ആൾക്കും ഇഷ്ടമാണ്. അപ്പോൾ പൂരിയും മെഴുക്കുള്ളത് കഫക്കെട്ട് ഉള്ളപ്പോൾ കൊടുക്കണത് നല്ലതല്ല എന്ന് എനിക്കറിയാം, പക്ഷേ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ
അങ്ങനെ മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങിയത് അതിലിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മുട്ട ഞാൻ കട്ട് ചെയ്തില്ല, അങ്ങനെ അവിടെ വെച്ചു. അത് വിജയശേട്ടന് ചോറാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇതുപോലെയുള്ള മുട്ടക്കറിയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. അടിപൊളി മുട്ടക്കറി തന്നെയായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മിറ്റൊക്കെ അടിച്ച് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ബാവച്ചി ഇതൊക്കെ ഒന്ന് പരത്തണു. അപ്പോൾ പിന്നെ ആൾ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ എനിക്ക് പരത്തി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ചുട്ടെടുത്തു. നേരവും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പരത്തി ചൂടാം, അമ്മ അച്ഛന് ചോറാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ ഇടയിൽ ചോറാക്കി. പിന്നെ വേഗം വിജയശേട്ടന് കറിയും എനിക്കും ചോറാക്കണമല്ലോ, പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടല്ലോ. പിന്നെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയായ കാരണം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്ക് നല്ല ചുമ വരുന്നുണ്ട്. ഈ എന്താ പറയുക പുക, ഈ വെളിച്ചെണ്ണ ചൂടാവണതിൻ്റെ പുക കൊണ്ടേ. അപ്പം ഞാൻ ഗ്യാസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കൂട്ടിയിട്ടിട്ട് പിന്നെ ഞാൻ തന്നെയാണ് ചുട്ടെടുത്തത്. അവളെ കൊണ്ട് ചുടിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഇങ്ങനെയും തട്ടി മേലേക്ക് പോയാലോ എന്ന് പേടിച്ചിട്ടേ. ഞാൻ പിന്നെ അടുക്കളയിലെല്ലാം നിൽക്കുന്നുണ്ട്. പക്ഷേ ആളെനിക്ക് നല്ല അത്യാവശ്യം കനമൊക്കെ കുറച്ചിട്ട് അതൊക്കെ പരത്തി തന്നു. പിന്നെ ലാസ്റ്റ് ഉള്ളത് മാത്രം ആളുണ്ടാക്കി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം പോയി കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കാലത്ത് തൊട്ടുള്ള പണിയുടെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം വേഗം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി. ഞങ്ങൾ രണ്ടുപേരും, ഞാനും വിജയശേട്ടനും ചായയും പൂരിയും കഴിച്ചു. എനിക്ക് പൂരിയായ കാരണം കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ട്. അപ്പം അങ്ങനെ അത് കഴിച്ചു. പിന്നെ രണ്ടുപേർക്കും കൊടുത്തു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ഓട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ രണ്ടുപേരും കൂടി പൊക്കോളും ഇവിടെ അടുത്ത് ഹെൽത്ത് സെൻ്ററിലെ. അപ്പം അങ്ങനെ ഞാനും വിജയശേട്ടനും കൂടി ജോലിക്ക് പോകുന്നു. അവർ രണ്ടുപേരും കൂടി പോകാറുണ്ട്, കുഴപ്പമില്ലല്ലോ. രണ്ടുപേരും കൂടി പോയിട്ട് ഡോക്ടറെയൊക്കെ കണ്ട് വരട്ടെ, എല്ലാം പഠിക്കട്ടെ. എപ്പോഴും അച്ഛനമ്മ ഉണ്ടായിട്ട് അവർക്ക് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഇത് പിന്നെ മണിക്കൂട്ടം പിന്നെ കൊണ്ടുപോയിക്കോളും അവളേനെ. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി. വിജയശേട്ടന് ജോലി സ്ഥലത്ത് ഇറക്കി തന്നു. നല്ല